ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ തലേദിവസം തന്നെ ചോറ് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതാ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ട് ഡ്രസ്സ് മാറാൻ അതിനൊക്കെ പോയതായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതേ തലമുടിയൊക്കെ കെട്ടി അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് ചായ എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഇനി തലേദിവസം വയ്ക്കൽ നടക്കും തോന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒട്ടും വേവില്ലാത്ത അരിയായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വെന്തിങ്ങനെ മലർന്ന പോലെ. കുഴപ്പമില്ല, കഴിക്കാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോറിന് എനിക്ക് വേവ് കൂടിയ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. നല്ല എന്താ പറയുക, മണി പോലെ ഇരിക്കുന്ന ചോറ്, അതാണ് എനിക്കിഷ്ടം. സാമ്പാർ അച്ചാറുമാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. മീൻകറിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനത്തെ ചോറിൻ്റെ കൂടെ കഴിക്കുക എപ്പോഴും സാമ്പാറാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ഇന്നിതാ ഞാൻ കാണിച്ചിരിക്കുന്നത് നമ്മുടെ റേഷൻ അരി കൊണ്ട് മട്ടൻ അരി ഉണ്ടല്ലോ, മട്ട അരി, അതുകൊണ്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് കാണിട്ട് പൊടിച്ചുണ്ടാക്കുന്നത് മുന്നത്തെ വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അല്ലാത്ത കൂട്ടുകാരികൾക്ക് ഇന്ന് കാണാമല്ലോ, അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് വരില്ലല്ലോ. പിന്നെ ഇത് ഷോർട്ട് വീഡിയോ ആയിട്ടും കൂടി വരും കേട്ടോ. 1-2 ദിവസത്തിനുള്ളിൽ. അപ്പോൾ അത് 2 നാഴി മട്ട അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്ന് വെച്ചാൽ ആ ഒരു കളറൊക്കെ ഇളകിപ്പോയത് ഏകദേശം വെള്ള കളറൊക്കെ ആവും കേട്ടോ. മട്ട അരി എന്ന് പറഞ്ഞാൽ നേരത്ത് വെള്ളത്തിലിടുന്ന നേരത്ത് നല്ല കളർ ഉണ്ടാവും, കുതിർന്ന് കഴിഞ്ഞാൽ കളറൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ, അത് 2 തവി മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് തന്നെ നമ്മുടെ പുട്ടിൻ്റെ പൊടിയുടെ പാകം അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതുപോലെ എടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് അടിക്കണം. ഓവറായിട്ട് കൂടുതലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അരഞ്ഞു പോവും, ശരിയാവില്ല കേട്ടോ എപ്പോഴും. ഇത് പിന്നെ നനയ്ക്കൊന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നനവ് കുറവുണ്ടെന്ന് തോന്നുന്നു വെച്ചാൽ അടിക്കുന്ന നേരത്ത് 1 ടീസ്പൂൺ എങ്ങാനും വെള്ളം മാത്രം ചേർത്താൽ മതി. എന്നാൽ ഒട്ടും കട്ടകളില്ലാണ്ടാണ് ഈ ഒരു പുട്ട് കിട്ടുക കേട്ടോ. ഞാൻ ചെറുപയർ കറി തന്നെയാണ് ഇതിനുണ്ടാക്കുന്നത്. ഈ ചെറുപയർ കറിയുടെ ഷോർട്ട് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ തൃശ്ശൂർക്കാർക്ക് കടലക്കറിയാണ് ഇഷ്ടം, പക്ഷേ ഇവിടെ എൻ്റെ മക്കൾക്ക് കൂടുതൽ ഇഷ്ടം ചെറുപയറാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറുപയർ കൂടുതൽ വെക്കണത് കേട്ടോ. പിന്നെ ഇതാ ഇന്നലത്തെ നമ്മുടെ മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തു. വേറെ ചാറുകറിയൊന്നും ഇന്നിനി വെക്കണില്ല കേട്ടോ. ഈ ചെറുപയർ പുട്ടിനും അതേപോലെ തന്നെ ഉപ്പേരിക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്, കുറച്ച് തുണികൾ മടക്കാനും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇച്ചിരി മടി ഒക്കെ ഉണ്ടാവുമല്ലോ, നല്ല മഴയല്ലേ, മടി പിടിച്ച് അവിടെ കിടന്നുറങ്ങാൻ കൊതി തോന്നുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതാ പുട്ട് നിറച്ച് കാട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് പുട്ടൊന്ന് കുത്തിയെടുക്കാൻ ഞാനൊരു ഇല പോയി മുറിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് അതിലേക്കാണ് കുത്തിയെടുക്കണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരം ആയാലും ഇതിനൊരു ഹാർഡാവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു പുട്ടിന് ഉണ്ടാവില്ല. നല്ല അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയുള്ളൂ. ആദ്യം ചെയ്യുമ്പോൾ ഒരു ഇത്തിരിയൊക്കെ ചെയ്താൽ മതി കേട്ടോ, അരനാഴിക്കൊക്കെ. പിന്നെ കറക്റ്റായ രണ്ടാമത് കൂടുതലിട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ വിറകൊക്കെ മഴയത്തേക്ക് ഇങ്ങനെ വീണ് നനയാണ്. അതൊക്കെ ഒന്ന് എടുത്തിട്ടും ആ പുട്ട് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഈ ചവിട്ടുമ്പോൾ ആകെ അഴുക്ക് നമ്മുടെ പൂച്ചക്കുട്ടന്മാർ കിടന്നിട്ടേ. അപ്പോൾ അതൊന്ന് അടിച്ച് കഴുകി ആ ചവിട്ടി ഒന്ന് വൃത്തിക്ക് വെച്ചു. പിന്നെ ഇതാ അവിടെ ഒന്ന് മുറ്റടിച്ചു. ഇവരുടെ ചോറും പിന്നെ ഞാൻ അറിയാണ്ട് പെട്ടെന്ന് തന്നെ കഞ്ഞെള്ളം അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ആ ചോറ് നിറയെ അതൊക്കെ നന്നായിട്ട് അടിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോഴേക്കും വന്നപ്പോഴേക്കും ചെറുപയർ വെന്തു. ചെഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തു. 2 പച്ചമുളക് അരിഞ്ഞതും പിന്നെ ചതച്ച മുളകും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത്. ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ചേർക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം, പുട്ട് കുഴച്ചപ്പോൾ ഉപ്പിടുന്നത് കാണിക്കാൻ മറന്നൂലേ. ഉപ്പിട്ടുണ്ടായിരുന്നില്ല സത്യം പറയുന്നത്തെ പുട്ടിൽ. പക്ഷെ കറി കൂട്ടി കഴിക്കുന്ന കാരണം വലിയ കുഴപ്പമുണ്ടായില്ല. അതിനിടയ്ക്ക് ചേട്ടൻ വെള്ളം കോരാൻ പോണത് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴേക്കും നമ്മുടെ ഈ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞു. എന്നാലും പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാനേ. അതിലേക്ക് ചെറുപയറും ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുത്തു കേട്ടോ. അത് കഴിയണോടുകൂടി തന്നെ നമ്മുടെ ശ്രീകുട്ടൻ ഫുഡ് കഴിക്കാൻ വന്നു. അവൻ 7:15 ആകുമ്പോഴേക്കും പോവും. ചേട്ടായിരുന്നു മുന്നേ കൂട്ടാം. അപ്പോൾ അങ്ങനെ അവൻ ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ്. ഞാൻ എൻ്റെ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഇതിലൊരു 4 കുറ്റി പുട്ടാണ് കേട്ടോ ഈ ഒരു ഇതിന് ഉണ്ടായത്. അപ്പോൾ ഓരോ കഷ്ണമൊക്കെ തന്നെയല്ലേ കഴിക്കുള്ളൂ. ഒരു കുറ്റി പുട്ട് ഫുള്ളായിട്ടൊന്നും ആരും അങ്ങനെ കഴിക്കില്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രം കഴുകാൻ നിന്നില്ല, ഫുഡൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ വിചാരിച്ചു വേഗം അലക്കിയിടാന്ന്. ഇപ്പം മഴയല്ലേ, നമ്മൾ പിറ്റേ ദിവസത്തേക്കും 2 ദിവസം 3 ദിവസമൊക്കെ കൂട്ടി വെച്ചാൽ വിരിച്ചിടാനും സ്ഥലമില്ല, ഉണങ്ങിയും കിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ദിവസം രാവിലെ വൈകുന്നേരം എപ്പോഴെങ്കിലും ഒരു ടൈമിൽ അലക്കിയിടാൻ മറക്കണില്ല കേട്ടോ. മഴ പിടിച്ചാൽ പിന്നെ കുറേ തുണികൾ ഉണങ്ങിയത് കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ, അതെടുത്ത് മണക്കും കൂടി വേണം. അപ്പോൾ ഇത് വെച്ചാൽ മിഷനിലിടാൻ പറ്റുന്ന തുണികളല്ല കേട്ടോ. നല്ല ഡ്രസ്സുകളാണ് ഒക്കെ കൂടുതലും. പിള്ളേരുടെ ആയാലും എൻ്റെ ആയാലും സ്കൂളിൽ പോണതും ഒക്കെയാണ് കേട്ടോ. അത് കഴുകി കണ്ടിട്ട് മുകളിൽ കൊണ്ടുവന്നിട്ടു. അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ അതാ പാത്രങ്ങൾ തേച്ചൊക്കെ കഴുകി ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുക്കുകയാണ്.
അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ആ വേസ്റ്റ് വരുന്നതൊക്കെ ഞാനിവിടെ ഒരു പാത്രം വെച്ചേക്കാണ് കേട്ടോ അതിലിടാനായിട്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞു. അതിന് അവിടെ നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി ഒന്ന് കമഴ്ത്തി വയ്ക്കണം. അത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇതാ ഒന്ന് തുടച്ചും കൂടി ഇട്ടു കേട്ടോ. അല്ലാണ്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ഇന്ന് പോയില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടും ഗ്യാസിൻ്റെ അടിയും ഒക്കെ ഒന്ന് തുടച്ചങ്ങോട്ട് എടുത്തു. അത്രേ ചെയ്തുള്ളൂ കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഓരോന്നൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ തേച്ച് കഴുകി എടുക്കാം. ഇന്ന് അങ്ങനെയൊന്നും ചെയ്യണില്ല. ചാലക്കൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നേരെ അത്യാവശ്യമായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തട്ടിക്കൂട്ട് അടിച്ചു വാരലൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി കേട്ടോ. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അടുക്കള ഇപ്പോൾ ഇരിക്കുന്നത്. വലിയ വൃത്തികേടില്ല അല്ലേ. അപ്പോൾ അത് അവിടെ ജനലേമ ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വൈകുന്നേരമാണ് കേട്ടോ മാറ്റിയത്. പിന്നെ എന്താ നമ്മുടെ ആദ്യത്തിന് പുട്ട് പാക്കറ്റിൽ എന്ന് പറയുന്നത് ചോറാക്കണ ലഞ്ചാക്കണ തിരക്കിലാണ്. അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്യാൻ ശരിക്കും വേണമെങ്കിൽ ഞാൻ കട്ട് ചെയ്യാണ്ട് സാധാരണ സംസാരിക്കുന്ന പോലെ അങ്ങനെ ഇടണമെന്നുള്ളൂ കേട്ടോ. ആദ്യം ചെറിയ കഷ്ണം വയ്ക്കാൻ നോക്കി, പിന്നെ തോന്നി പോരായെങ്കിലോ, പിന്നെ ഇത്തിരി കൂടി വലുത് വയ്ക്കാൻ നോക്കി, പിന്നെയും തോന്നി അയ്യോ അവന് തികഞ്ഞില്ലെങ്കിലോ, അങ്ങനെയൊക്കെ തോന്നി വലിയൊരു കഷ്ണം തന്നെ വെച്ചു കേട്ടോ. അത് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ കറി അവന് ഇഷ്ടമാണ്, അതും കൂടി ആക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അവൻ ബിസ്ക്കറ്റ് കഴിച്ചതിൻ്റെ ടിന്നും അതും ഇതൊക്കെ നിരത്തിയിട്ടേക്കാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യത്തിന് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഏത് ബിസ്ക്കറ്റ് ആയാലും ഇഷ്ടമാണ്. ഫുഡൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവച്ചാലും ചിലപ്പോൾ ഒക്കെ എടുക്കാൻ മറക്കും കേട്ടോ. അപ്പോഴേക്കും ഇപ്പം ഞാനൊന്ന് ശ്രദ്ധിക്കും കൊണ്ടുകൊണ്ടുവന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി തുണികൾ മടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്താ വെച്ചാൽ തുണികൾ മടക്കി വെച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അലക്കി തലക്കാത്ത ഒരുപോലെയാണ്. അപ്പോൾ അതാ പിള്ളേർ രണ്ടാളും ചില്ലറ എടുക്കാൻ വേണ്ടി എൻ്റെ ബാഗ് എടുത്ത് കട്ടിലുമ്മയ്ക്കൊക്കെ ഇട്ട് പേഴ്സൊക്കെ ഇട്ട് ചില്ലറ തപ്പിയൊക്കെ ചില്ലറ പൈസ കൃത്യം പൈസ എടുക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുക. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ചില്ലറ പൈസ ഒപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറയില്ലേ 10-25 രൂപ വേണമെന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് ബാക്കിയുള്ളത് അവിടെ ഉണ്ട്. അതൊക്കെ തിരിച്ച് പേഴ്സിലേക്കാക്കി ഞാനതെൻ്റെ ബാഗിലേക്ക് വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ബസ് ചാർജ് നോക്കിയാൽ ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് പേഴ്സ് വെച്ചില്ലെങ്കിൽ ബസ് ചാർജ് ഉണ്ടാവില്ലല്ലോ. കാര്യം എന്നും ഒരു ബസ്സിൽ തന്നെയാണ് കേട്ടോ പോണത്. ഒരു ദിവസം ഇല്ല എന്ന് പറഞ്ഞാലും അവരൊന്നും പറയില്ല. എന്ന് വെച്ചാൽ സ്ഥിരം ഒരു ബസ് തന്നെയല്ലേ. അത് കഴിഞ്ഞ് ആ തുണികൾ വേഗം അങ്ങോട്ട് മടക്കി വയ്ക്കാൻ. ആദ്യം നല്ല ഭംഗിയിലൊക്കെ മടക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ മനസ്സിലായി ഭംഗിയിൽ മടക്കി നിന്ന് ഓഫീസിലെത്താൻ വൈകുന്നു. അങ്ങനെ ആ തുണികളൊക്കെ മടക്കൽ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഒരു കഷ്ണം പുട്ടും ഇത്തിരി ചെറുപയർ കറിയും കൂടിയാണ് കേട്ടോ കഴിക്കുന്നത്. അതിന് ജോലിക്ക് പോയി നമ്മുടെ ജോലി സ്ഥലത്തെത്തിയിട്ടാണ്. ഇന്ന് തീരെ വർക്ക് കുറവുള്ളൊരു ദിവസമാണ്. എന്നാലും ഇന്ന് പർച്ചേസ് കയറ്റാനൊക്കെ ഉണ്ട്. അപ്പം അത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ അവരൊക്കെ ചിരിച്ചും വർത്താനം പറയണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി കമൻറ്റ് പറയലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഹാങ് ആവണം കമ്പ്യൂട്ടർ. അത് കാരണം അതും പറഞ്ഞിരിക്കുകയാണ് ഞാൻ. പിന്നെ സൂത്രപ്പണിയൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. നമ്മളെന്നും ചെയ്യണ വർക്കല്ലേ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. പിന്നെ അതാ വൈകുന്നേരം വീട്ടിലെത്തി നോക്കിയപ്പോൾ ചോറ് കേടായി ഒന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ കേടായിട്ടുണ്ടായില്ലേ ഭാഗ്യത്തിന്. അത് ഒന്ന് കഴുകി കളഞ്ഞ് ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ മീൻകറി കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അതിന് വലിയ പണിയൊന്നും എടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് മീൻകറീനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെറ്റിക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് എനിക്ക് നല്ല വെള്ളം ദാഹമുണ്ട്. അപ്പോൾ കട്ടൻ ചായ രാവിലത്തെ ഇരിപ്പുണ്ട് കേട്ടോ. അതെടുത്ത് ഒരു ഗ്ലാസ് അങ്ങോട്ട് നിൽപ്പിൽ അങ്ങോട്ട് കുടിച്ചു കേട്ടോ. നമ്മൾ എന്താ പറയുക കുറേ നേരം നടന്നിട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, എന്ത് വെള്ളം കിട്ടിയാലും പെട്ടെന്ന് തന്നെ കുടിക്കാൻ തോന്നും. വെള്ളം ദാഹിച്ച് ഒരു പരിവായിട്ടല്ലേ നമ്മളിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് പകർത്തി പാത്രത്തിലാക്കി കണ്ടിട്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചെറുപയർ ഇനി തിളപ്പിക്കാനൊന്നും ഇല്ല, 2 തരിയുള്ള മീൻ കറിയും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവട്ടെ. ആ നേരം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ എടുത്തിട്ടു, കഴുകാൻ പറ്റിയില്ല. പിന്നെ അതൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് മുട്ട പൊരിക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ സ്പെഷ്യലാണ്, കൂട്ടുകാർക്ക് ഇഷ്ടമായി പറഞ്ഞോളാം. അപ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂക്കണം, എന്നാൽ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അത് മൂക്കാനായിട്ട് ഇട്ടിട്ട് ഞാൻ വേഗം പോയി പാത്രങ്ങൾ കഴുകി കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും അടുക്കള അങ്ങോട്ട് ക്ലീൻ ആവുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഈ പാചകം കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകി പിന്നെ ക്ലീനാക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓടി വന്ന് കണ്ടിട്ട് തേച്ചിട്ടിട്ടുള്ളോ, കഴുകിയിട്ടില്ല. അപ്പോഴേക്കും ഉള്ളിയൊക്കെ മൊരിഞ്ഞു. അതിലേക്ക് കുത്തി പിടിച്ച മുളകില്ല, അതിട്ട് കൊടുക്കുക. നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ, ഓവറായിട്ടൊന്നും ഇടണ്ട. പിന്നെ ഈ മുളകൊക്കെ കരിഞ്ഞു പോയാൽ ഭയങ്കര ടേസ്റ്റ് ഡിഫറെൻ്റാണ്. അപ്പം ഞാനത് അവിടെ ഇട്ടിട്ട് ഇതിലേക്ക് തന്നെ ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് ഇതിൽ തന്നെ ഇടുന്നതാണ് നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം മുട്ടയ്ക്കൊക്കെ ശരിക്കും പിടിക്കും. അല്ലാണ്ട് മുട്ടയുടെ മുകളിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ടിരിക്കും കേട്ടോ. 2 മുട്ടയെ പൊരിക്കണുള്ളൂ. എനിക്കൊന്ന് ചോറുണ്ണാനായിട്ടാണ്. വേറെ മീൻകറി ഇന്നലെ കഴിച്ചിട്ട് ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മീൻകറി വേണ്ടാന്ന് വിചാരിച്ചു. മീൻകറി കുറച്ചും കൂടി ഉണ്ട്. പക്ഷേ മുട്ട പൊരിച്ചിട്ട് ഞാൻ ചോറിനാണ് കേട്ടോ. മുട്ട പൊരിച്ച് കഴിക്കുമ്പോൾ എനിക്കങ്ങനെ
ഗ്യാസും പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല, ഉണ്ടാവില്ലായിരിക്കാം അല്ലേ. അങ്ങനെ അതാ കൊത്തി 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 കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം പഴുതി ഒരു പറ ചോറുണ്ണാൻ കേട്ടോ, അത്രയും ടേസ്റ്റാണ്. കുത്തുമുളക് കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ, അതേപോലൊക്കെ തന്നെയാണ് ഇതിൽ. പക്ഷേ പുളിയൊന്നും ഒഴിക്കില്ല കേട്ടോ നമ്മൾ. പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് അത് വേഗം വന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. തേച്ചെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നുള്ള ഓടി വന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ പണികളൊന്നുമില്ല ഇന്ന് കാര്യമായിട്ട്, പക്ഷേ എഡിറ്റിംഗ് ഉണ്ട്, അത് പിന്നെ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ചോറ് പോയി മുറ്റത്ത് തന്നെ പോയിട്ട് ഞാൻ വാർത്തകൾ കൊണ്ടുവരും കേട്ടോ, അരിപ്പക്കൂടെ ഒഴിച്ചിട്ട്. അപ്പോൾ പിന്നെ വലിയൊരു പണിയില്ലല്ലോ, ഊറ്റി ഒന്നും നിൽക്കണ്ടല്ലോ. ചോറ് ഊറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഒരിക്കലും അടക്കില്ല കേട്ടോ, കുറേ കഴിഞ്ഞിട്ട് അടയ്ക്കുള്ളൂ. ഞാൻ പിന്നെ അടുക്കളയിൽ നിന്ന് പൂവണങ്ങിയാൽ മാത്രമാണ് മൂടിയൊക്കെ വയ്ക്കുള്ളൂ കേട്ടോ. അടുക്കളയിൽ നിന്ന് പോകണ നേരത്തെ മൂടി വയ്ക്കുള്ളൂ. പിന്നെ താഴത്തെ വേസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് വെള്ളം അങ്ങനെ ചെരിച്ച് ആ ഒരു സാധനം ചെരിച്ച് വെച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ പോവും. അടിയിൽ ആ വേസ്റ്റൊക്കെ ഞാൻ ആ പാത്രത്തിലാണ് ഇട്ട് വയ്ക്കുക. ഇപ്പോൾ ചാതിക്ക പറമ്പിലേക്ക് അങ്ങോട്ട് എറിയാറ് പതിവ്. ഇപ്പോൾ പിന്നെ അങ്ങനെ ഭയങ്കര വൃത്തികേടാവില്ലേ, നല്ല വൃത്തിയിൽ കിടക്കണ പറമ്പല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിങ്ങനെ ഇട്ടിട്ട് പിന്നെ ഒരു കുഴിയിൽ കൊണ്ടിടും കേട്ടോ. കാക്കയൊക്കെ കഴിക്കും, വലിയ വേസ്റ്റൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു. പിന്നെ അത് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചിട്ടു കേട്ടോ. വല്ലാണ്ട് തുടക്കില്ല, ഈ ഒരു നേരത്തായത് കാരണം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്ന് വഴിക്കാലോ. പൂച്ചക്കൂട്ടന്മാർ 1-2 ഉണ്ട്, ബാക്കിയുള്ളവരൊന്നും കാണാനില്ല കേട്ടോ. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോയിട്ടുണ്ട്. പിന്നെ ഇതാ ചൂലൊക്കെ അവിടെ എടുത്ത് വെച്ച് പിന്നെ ഞാനൊന്ന് കൈ കഴുകി വീണ്ടും ഫുഡ് കഴിക്കാണ് കേട്ടോ. ഫുഡ് എനിക്ക് ഒരു 7 മണി 7:30 നേരത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് അങ്ങോട്ട് വിശപ്പ് അങ്ങോട്ട് കെട്ടുപോകും, പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ ഈ നേരത്ത് കഴിക്കും. പിള്ളേർ ചെറുപയറും പുട്ടും ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അവർക്ക് ഇപ്പോൾ വിശക്കണില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ എഡിറ്റിംഗ് അങ്ങനെ പച്ചക്കറി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കുറേ നാളായി ചേട്ടാ ഇതുപോലെ വാങ്ങിച്ചോണ്ടിരാന്ന് പറയുന്നത്. ടൗണിൽ നിന്ന് വൈകുന്നേരം പോരുമ്പോൾ ഇതേപോലെ വാങ്ങിച്ചാൽ നല്ല വില കുറവിന് കൂടുതൽ കിട്ടും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും മറക്കല്ലേ.